ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിന്റെ ആദ്യ ദശ എന്ന് പറയുന്നത് ബുധദശയാണ്. ഈ ബുധദശയിൽ ജനിച്ചവർക്ക് ബുദ്ധി കൂടുതലായിരിക്കും എന്നാണ് ഒരു വിവക്ഷ നമുക്ക് പൊതുവെ. പിന്നെ ഇതിന്റെ നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ പൂഷാവ് എന്ന് പറയും. പൂഷാവ് ഊർജ്ജസ്വലത, ഉന്മേഷം, എല്ലാ മനുഷ്യർക്കും ഒരു തണൽ വൃക്ഷം എന്ന് തന്നെ ഇവരെ പറയാം ഈ രേവതി നക്ഷത്രക്കാർക്ക്. കാരണം ഒരാപത്ത്, ഒരു കഷ്ടപ്പാട്, ഒരു സുഹൃത്തുക്കൾക്ക് ഒരു സാമ്പത്തിക സഹായം ചെയ്യാനും ഒരു മനസ്സിനൊരു സമാധാന വാക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു ഇത്ര മനപ്രയാസം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ മനപ്രയാസത്തെ തണുപ്പിക്കാനും ഒക്കെ ഇവർക്ക് കഴിയും. അങ്ങനെ സുഹൃത്തുക്കളെ തന്നെയല്ല, കുടുംബ അംഗങ്ങളെ സ്വാന്തനിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അനുരഞ്ജന സ്വഭാവത്തിൽ പെരുമാറുക, ഇതൊക്കെ ഇവരുടെ നല്ല ഗുണങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. സൽഗുണങ്ങൾ കൂടുതലായുമുള്ളൊരു നക്ഷത്രം. കൂടുതലും രേവതി സ്ത്രീ നക്ഷത്രത്തിന് വളരെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഗുണങ്ങളും ഉള്ള നക്ഷത്രമായിട്ട് തന്നെയാണ്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊക്കെ ഇവർ ഉതകുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. രാഷ്ട്രീയ രംഗങ്ങളിൽ അല്ലെ പൊതുമേഖലാ രംഗങ്ങളിൽ സുകുമാര കലകൾ, സാഹിത്യരചന, ഇങ്ങനെ ഇവർ വൈവിധ്യമാർന്ന മേഖലയിലൊക്കെയും ഉയരുന്നതായ ഒരു നക്ഷത്രമായിട്ടാണ് കാണുന്നത്. എല്ലാ തരത്തിലും ഒരു നല്ല ഗുണമുള്ള ഒരു നക്ഷത്രം തന്നെയാണ്. എല്ലാവരും സഹായിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ സഹായിച്ച് വരുമ്പോൾ ചില സമയം ഇവർ ചെന്ന് ആപത്തിപ്പെടാറുമുണ്ട്.